അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ക്ലാസ് 3 ദുറൂസുൽ ഇസ്ലാമിലെ 6ാമത്തെ പാഠമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അദ്ദർസു സാദിസ്. ലുഅ്മിനു ലാ യസ്രിഖ്. മഖ്സൂം ഗോത്രക്കാരിയായ ഒരു സ്ത്രീ കളവ് നടത്തി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശിക്ഷിക്കാൻ വിധിച്ചു. അത് അവരുടെ ഗോത്രക്കാരെ വിഷമിപ്പിച്ചു. അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹഭാജനമായ ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹുവിനെ സമീപിച്ചു. ഉസാമ റളിയല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി ശിക്ഷയിൽ നിന്ന് ഇളവ് വരുത്താൻ അപേക്ഷിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖഭാവം മാറി. ശിക്ഷയിൽ ഇളവ് വരുത്താൻ നീ ആവശ്യപ്പെടുകയാണോ? നിങ്ങൾക്ക് മുൻപുള്ളവരെ നശിപ്പിച്ചത് അവരുടെ അനീതിയാണ്. മാന്യന്മാർ മോഷ്ടിച്ചാൽ അവരെ വെറുതെ വിടും. ബലഹീനർ മോഷ്ടിച്ചാൽ അവരെതിരെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യും. അല്ലാഹു സത്യം. മുഹമ്മദിന്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാലും ഞാൻ അവളുടെ കൈ മുറിക്കും. മോഷണം മഹാപാപമാണ്. സത്യവിശ്വാസി മോഷ്ടിക്കില്ലെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മോഷ്ടാവിനെ ഞങ്ങൾ വെറുക്കുന്നു. ഈ ലോകത്ത് അവർക്ക് നിന്ദ്യതയും അപമാനവും ലഭിക്കുന്നു. പരലോകത്ത് കഠിന ശിക്ഷയും. പണം, സ്വർണം, വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇങ്ങനെ പലതും ആളുകളുടെ കൈവശമുണ്ട്. അത് അവരുടെ സ്വത്താണ്. അവ തട്ടിയെടുക്കരുത്. അനർഹമായി കൈക്കലാക്കുകയുമരുത്. ഇസ്ലാം ജനങ്ങളുടെ സ്വത്തിനും അഭിമാനത്തിനും ജീവനും സംരക്ഷണം നൽകിയിട്ടുണ്ട്. വിശ്വസ്തതയും സത്യസന്ധതയും കൈക്കൊള്ളണം. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ അന്യരുടെ ധനം കാത്തുസൂക്ഷിക്കാൻ കഴിയൂ. സാധനങ്ങൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും മറ്റ് ഇടപാടുകൾ നടത്തുമ്പോഴും സത്യസന്ധത പാലിക്കണം. അവകാശമില്ലാത്ത പണം തിരിച്ചു നൽകുകയും വേണം. ചെറിയ മോഷണം വലിയ മോഷണവും മോഷണം തന്നെയാണ്. ചെറിയ വസ്തുക്കൾ കട്ട് ശീലിച്ചവർ പിന്നീട് വലിയ കള്ളന്മാരാകുന്നത്. ആന കട്ടവനും അടക്ക കട്ടവനും കള്ളൻ തന്നെ. ലാ യസ്രിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിനുൻ. വിശ്വാസിയായിരിക്കെ ഒരാൾക്കും മോഷ്ടിക്കാൻ കഴിയില്ല. നമുക്കിനി തദ്രിബാത്തിലേക്ക് കടക്കാം. തദ്രിബാത്ത്. പ്രവർത്തനം 1. നഖ്റു അനഫും. വായിച്ചു മനസ്സിലാക്കാം. ഉഖൂബത്തുൻ ശിക്ഷ, മറത്തുൻ സ്ത്രീ, മാലുൻ സ്വത്ത്, ഹദ്ദുൻ ശരീഅത്തിൽ ഒരു കുറ്റത്തിന് നിശ്ചയിച്ച ശിക്ഷ. ഇൽ മുഅ്മിനു ലാ യസ്രിഖു. സത്യവിശ്വാസി മോഷ്ടിക്കുകയില്ല. ഇർളുൻ അഭിമാനം, സരീഖത്ത് മോഷണം, അമാനത്തുൻ വിശ്വസ്തത. പ്രവർത്തനം 2 നക്തശ്ഫി. ക്വസ്റ്റ്യൻ 1. ആന കട്ടവനും അടക്ക കട്ടവനും കള്ളൻ തന്നെ. ഇതൊരു പഴഞ്ചൊല്ലാണ്. 5 പഴഞ്ചൊല്ലുകൾ കണ്ടെത്തുക. ആൻസർ. 1. പല തുള്ളി പെരുവെള്ളം. 2. ഒത്തുപിടിച്ചാൽ മലയും പോരും. 3. 1000 കോഴിക്ക് അരക്കാട. 4. അന്നം മുട്ടിയാൽ എല്ലാം മുട്ടും. 5. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. പ്രവർത്തനം 3. നുബയ്യിനു സിയാഖ്. സന്ദർഭം എഴുതാം. മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കട്ടെടുത്തെങ്കിലും ഞാൻ അവളുടെ കൈ മുറിക്കും. ഇത് ആരോട് എപ്പോൾ പറഞ്ഞതാണ്? മഖ്സൂം ഗോത്രക്കാരിയായ ഒരു സ്ത്രീ കളവ് നടത്തി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശിക്ഷിക്കാൻ വിധിച്ചു. അത് അവരുടെ ഗോത്രക്കാരെ വിഷമിപ്പിച്ചു. അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹഭാജനമായ ഉസാമ ബിനു സെയ്ദ് റളിയല്ലാഹുവിനെ സമീപിച്ചു. ഉസാമ റളിയല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി ശിക്ഷയിൽ ഇളവ് വരുത്താൻ അപേക്ഷിച്ചു. പ്രവർത്തനം 4. നുൻഷിയു ജുമല. തന്നിരിക്കുന്ന സെന്റൻസിന് അനുയോജ്യമായത് എഴുതുക. 1. അപമാനം. ആൻസർ. ആരെയും അപമാനിക്കരുത്. 2. സത്യസന്ധത. ആൻസർ. എപ്പോഴും സത്യസന്ധത കൈക്കൊള്ളണം. 3. മഹാപാപം. ആൻസർ. മോഷണം മഹാപാപമാണ്. 4. കൈക്കലാക്കുക. ആൻസർ. അനർഹമായി ഒന്നും കൈക്കലാക്കരുത്. 5. സ്നേഹഭാജനം. ആൻസർ. അവർ സ്നേഹഭാജനം നടത്തി. 5. നഖ്റു വനൻസഉ. വായിക്കാം, നോക്കിയെഴുതാം. കൂട്ടുകാർ തന്നിരിക്കുന്നത് അതുപോലെ പകർത്തിയെഴുതുക. പ്രവർത്തനം 6. നുജീബ്. ക്വസ്റ്റ്യൻ 1. പൂർവികരെ അള്ളാഹു നശിപ്പിക്കാൻ കാരണമെന്ത്? ആൻസർ.
നിങ്ങൾക്ക് മുൻപുള്ളവരെ നശിപ്പിച്ചത് അവരുടെ അനീതിയാണ്. മാന്യന്മാർ മോഷ്ടിച്ചാൽ അവരെ വെറുതെ വിടും. ബലഹീനർ മോഷ്ടിച്ചാൽ അവർക്കെതിരെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യും. ക്വസ്റ്റ്യൻ 2. അത് മഹാപാപമാണ്. ഏത്? മോഷണം. ക്വസ്റ്റ്യൻ 3. സത്യസന്ധത പാലിക്കണം. എന്തിലെല്ലാം? ആൻസർ: സാധനങ്ങൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും മറ്റ് ഇടപാടുകൾ നടത്തുമ്പോഴും സത്യസന്ധത പാലിക്കണം. ക്വസ്റ്റ്യൻ 4. ആന കട്ടവനും അടക്ക കട്ടവനും കള്ളൻ തന്നെ. ആശയമേത്? ആൻസർ: ചെറിയ മോഷണവും വലിയ മോഷണവും മോഷണം തന്നെയാണ്. ചെറിയ വസ്തുക്കൾ കട്ട് ശീലിച്ചവരാണ് പിന്നീട് വലിയ കള്ളന്മാരാകുന്നത്. ക്വസ്റ്റ്യൻ 5. സത്യവിശ്വാസി മോഷ്ടിക്കുകയില്ല. ആരാണ് ഇത് പറഞ്ഞത്? ക്വസ്റ്റ്യൻ 6. മോഷ്ടാവിന് ഈ ലോകത്ത് എന്താണ് ലഭിക്കുക? ആൻസർ: ഈ ലോകത്ത് അവർക്ക് നിന്ദ്യതയും അപമാനവും ലഭിക്കുന്നു. ക്വസ്റ്റ്യൻ 7. വഴിയിൽ നിന്ന് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? വഴിയിൽ നിന്ന് പേഴ്സ് കിട്ടിയാൽ അതിൻ്റെ യഥാർത്ഥ അവകാശിയെ കണ്ടുപിടിക്കാൻ വേണ്ടി എൻ്റെ ഫോൺ നമ്പർ എഴുതിയ പേപ്പർ അങ്ങാടിയിലും ജനങ്ങൾ സംസാരിക്കുന്ന സ്ഥലങ്ങളിലും വഴിയിലും ഒട്ടിക്കും. ഇപ്പോൾ ഈ പാഠത്തിൻ്റെ എല്ലാ പ്രതിഭാഗത്തും അവസാനിച്ചിട്ടുണ്ട്. കൂട്ടുകാരൻ്റെ വീഡിയോക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.